രൂപ 35,000 കോടി രൂപയാക്കി മാറ്റി ഇന്ത്യക്കാരുടെ ബിഗ് ബുള്ളായിരുന്ന രാകേഷ് ജുൻജുൻവാല, നിക്ഷേപകർക്കിടയിൽ അത്ഭുതമായി നിലനിൽക്കുന്ന രാധാകൃഷ്ണൻ ധമാനി, ഇവരൊക്കെ കോടികൾ കൊയ്യുന്നത് മലയാളികൾ അധികം കടന്നു ചെന്നിട്ടില്ലാത്ത ഗ്രേ മാർക്കറ്റിൽ നിന്നുകൂടിയാണ്. ഇതിപ്പോൾ നമുക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അതും നിയമങ്ങളൊന്നും തന്നെ തെറ്റിക്കാതെ. നമ്മൾ പലപ്പോഴായി ഓഹരി വിപണിയിൽ നിന്ന് ലിസ്റ്റഡായ ഓഹരികൾ മേടിച്ച് ദീർഘകാലം ക്ഷമയോടെ കാത്തിരുന്ന് ലാഭമുണ്ടാക്കിയ പല ഇൻവെസ്റ്റേഴ്സിനെയും കണ്ടിട്ടുണ്ട്. പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നല്ല ബിസിനസ്സുകൾ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മളെപ്പോലെ IPO വന്ന് ഭാഗ്യപരീക്ഷണത്തിലൂടെ IPO കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ കാത്തിരിക്കുന്നവരാണ് വമ്പൻ സ്രാവുകൾ എന്ന് നമ്മൾ വിചാരിക്കരുത്. നല്ല കമ്പനികൾ കണ്ടാൽ IPO വരുന്നതിന് മുന്നേ തന്നെ ഗ്രേ മാർക്കറ്റിൽ നിന്ന് ഇവരെല്ലാം ഓഹരികൾ വാങ്ങിക്കൂട്ടും. ഈ വാർത്ത നോക്കൂ. 2021 ശ്രീ രാകേഷ് ജുൻജുൻവാല പറഞ്ഞത് തൻ്റെ ലിസ്റ്റഡ് ഓഹരികളിൽ അധികം ലാഭം ഉണ്ടാക്കി തന്നത് അൺലിസ്റ്റഡ് ഓഹരികളാണ് എന്നായിരുന്നു. ഇതേ വർഷം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അൺലിസ്റ്റഡ് ഓഹരികൾ കൈവശമുണ്ടായിരുന്ന രാധാകൃഷ്ണൻ ധമാനി വെറും 3 വർഷം കൊണ്ട് 800% ലാഭം ഉണ്ടാക്കിയതും വാർത്തയായിരുന്നു. ഒരു കാലത്ത് ഈ പറഞ്ഞതെല്ലാം സാധിച്ചിരുന്നത് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾക്കും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിനും മാത്രമായിരുന്നു. കാരണം കോടികളിലായിരുന്നു നിക്ഷേപങ്ങൾ തുടങ്ങാൻ ആ സമയത്ത് പറ്റിയിരുന്നത്. എന്നാൽ ഇന്ന് വളരെ ചെറിയ സംഖ്യയിൽ പോലും നമുക്കും നിക്ഷേപിക്കാനും വലിയ ലാഭം ഉണ്ടാക്കാനും പറ്റുന്നതാണ്. പക്ഷെ അതിന് ഗുണവും ദോഷവും ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയണം. നികുതിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ വാങ്ങാമെന്നും വിൽക്കാമെന്നും നമ്മൾ പഠിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ അധികം ആരും പരിചയപ്പെടുത്തി കണ്ടിട്ടില്ലാത്ത അൺലിസ്റ്റഡ് ഷെയർസ് എന്ന അസറ്റ് ക്ലാസ്സിനെ ബിഗിനർ ലെവലിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് ഒരു 25,000 രൂപയ്ക്ക് അൺലിസ്റ്റഡ് ഷെയറുകൾ മേടിച്ചാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത്രയൊക്കെ പണം മുടക്കി ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ എഴുതിയും ഒരു 5 കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കണം. കാരണം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് പണം മുടക്കി മേടിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അതെനിക്ക് വലിയൊരു പ്രചോദനം തന്നെയായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടും ഇന്ന് അൺലിസ്റ്റഡ് ഓഹരികളെക്കുറിച്ച് പറയുന്ന സമയത്ത് പല കമ്പനികളുടെ പേരും ഞാൻ പറഞ്ഞേക്കാം, മേടിക്കുന്നത് കാണിച്ചേക്കാം, ഗുണങ്ങൾ പറഞ്ഞേക്കാം, ദോഷങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ കമ്പനികളുടെ പേര് പറയുന്നത് ഒരിക്കലും അത് നിങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടല്ല, കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഒരിക്കലും ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതിരിക്കുക. സ്വന്തമായി പഠിച്ച ശേഷം മാത്രം നിങ്ങളുടെ പണം നിക്ഷേപിക്കുക. എന്താണ് വാസ്തവത്തിൽ അൺലിസ്റ്റഡ് ഓഹരികൾ? നമുക്ക് ലിസ്റ്റഡ് ഓഹരികളെ കുറിച്ച് അറിയാം. അതൊരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോർമൽ ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളായിരിക്കും, ട്രേഡ് ചെയ്യപ്പെടുന്ന കമ്പനികളായിരിക്കും. എന്നാൽ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യാത്ത, ട്രേഡ് ചെയ്യപ്പെടാത്ത, അതായത് സെക്കൻഡറി മാർക്കറ്റിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യപ്പെടാത്ത ഓഹരികളും നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ? പല കമ്പനികളുടേതുണ്ട്. ഉദാഹരണം പറയാനാണെങ്കിൽ ഓയോ, ബോട്ട്, ചെന്നൈ സൂപ്പർ കിങ്സ് തുടങ്ങിയ കമ്പനികളൊന്നും ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയല്ല. മലയാളികൾക്ക് അറിയുന്ന വലിയൊരു കമ്പനിയാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ്. അതൊരിക്കലും ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയല്ല. ഇത്തരത്തിലുള്ള കമ്പനികളെയാണ് പ്രൈവറ്റ് കമ്പനികൾ എന്ന് പറയുക. ഈ കമ്പനികളുടെ ഓഹരികളെയാണ് അൺലിസ്റ്റഡ് ഷെയർസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഒരു സുഹൃത്ത് നല്ല കഴിവുള്ള ഒരാളാണ്. അയാൾ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. മുടക്ക് മുതലായിട്ട് വേണ്ടത് 2 ലക്ഷം രൂപയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപയില്ല. അവനൊരു 1 ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നത്. നമ്മളോട് എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കമ്പനിയുടെ പാർട്ട്ണറാക്കി മാറ്റാമെന്നും നമ്മളോട് പറയുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയൊരു കമ്പനിയാണ്, നല്ല കഴിവൊക്കെ ഉണ്ട്, വലിയ രീതിയിലേക്ക് ഇത് പോകാനും സാധ്യതയുണ്ട്. പക്ഷേ വലിയ സംഖ്യ ഇടുന്നത് നഷ്ടമാണ്. അതുകൊണ്ട് 1 ലക്ഷം രൂപ ഇവൻ ഇട്ടതുപോലെ നമുക്ക് ഇടണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, 50,000 രൂപ ഇടാം. അപ്പോൾ സുഹൃത്ത് 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു, 50,000 രൂപ നമ്മൾ നിക്ഷേപിക്കുന്നു. ബാക്കി വരുന്ന 50,000 രൂപ 10 പേരായിട്ടാണ് നിക്ഷേപിക്കുന്നത്. അറിയുന്ന സുഹൃത്തുക്കളിൽ നിന്നെല്ലാം പണം പിരിച്ചിട്ടാണ് ഈ കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയിൽ 50,000 രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത്. അതായത് ആകെ ക്യാപിറ്റലിൻ്റെ 25%. അതുകൊണ്ട് കമ്പനിയുടെ 25% ഓഹരികൾ നമുക്കാണ് എന്ന് ലീഗലായിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ 25% ഓഹരികൾ നമുക്കാണല്ലോ. സ്വാഭാവികമായിട്ടും 2 ലക്ഷം രൂപയുടെ 1 ലക്ഷം ഇട്ട നമ്മുടെ സുഹൃത്തിന് അതിൻ്റെ 50% ഓഹരികളും സ്വന്തമായിട്ടുണ്ട്. ബാക്കി വരുന്ന 50,000 രൂപ 10 പേരിൽ നിന്ന് 5,000 രൂപ വീതം പിരിച്ചിട്ടാണ് ഈ ഒരു കമ്പനി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തർക്കും 2.5% ഓഹരി ഉണ്ടെന്ന് മനസ്സിലാക്കി. ആകെ നോക്കുന്ന സമയത്ത് 100% ഓഹരികളും ഈ രീതിയിലാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 25% ഓഹരി ഉണ്ട്. കമ്പനി തുടങ്ങി, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികം വേഗത്തിൽ കമ്പനി വളർന്നു. ഇപ്പോൾ കമ്പനിയുടെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്ന മൂല്യം. ഇപ്പോൾ നോക്കുമ്പോൾ 4 ലക്ഷം രൂപയാണ്. അതായത് നമ്മുടെ 25%ൻ്റെ 50,000 രൂപ എന്നുള്ളത് 25% മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എങ്കിലും അതിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ലക്ഷം രൂപയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 25% ഷെയറിന് 50,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 25% ഷെയറിന് 1 ലക്ഷം രൂപയാണുള്ളത്. അതായത് 1% ഷെയറിന് 2,000 രൂപ എന്നത് മാറി 1% ഷെയറിന് 4,000 രൂപയായിട്ട് മാറി. അപ്പോൾ നമ്മുടെ കയ്യിലാണല്ലോ ഈ കമ്പനിയുടെ ഉടമസ്ഥത ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉള്ളത്. അതായത് 25% ഓഹരിയുടെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലാണുള്ളത്. നമുക്കിത് ആർക്ക് വേണമെങ്കിലും വിൽക്കാവുന്നതാണ്. അപ്പം നമ്മൾ തീരുമാനിക്കുകയാണ്, ഒരു 5% ഓഹരി വിറ്റേക്കാം.
അപ്പോൾ 5% ഓഹരി വിൽക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് 20% ഓഹരിയായിട്ട് മാറും. ഈ 5% നമുക്ക് കിട്ടാൻ പോകുന്നത് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് സ്വാഭാവികമായിട്ടും 5% ഇൻറ്റു 4000 20,000 രൂപയായിരിക്കും. ചിലപ്പോൾ ഈ കമ്പനി ഇനിയും വളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിൽക്കാതെ വെക്കുകയാണ്. അപ്പോൾ കോടികളുടെ വാല്യുവേഷൻ ഉള്ള ഒരു കമ്പനിയായി പതിയെ ഈ കമ്പനി മാറുകയാണെങ്കിൽ ഭാവിയിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചെയ്ത് ഷെയർ മാർക്കറ്റിലേക്കെല്ലാം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ടുള്ള 50,000 രൂപ എന്ന് പറയുന്നത് ചിലപ്പോൾ 50 കോടിയാവാനും സാധ്യതയേറെയാണ്. അപ്പോൾ ചെറിയൊരു തുക റിസ്ക് എടുത്തുകൊണ്ട് വളരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിയതുപോലെ ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അതിൻ്റെ ഓഹരികൾ കൈവശമുള്ള നിരവധി ആളുകളുണ്ട്. കോടികൾ കൊടുത്തിട്ടായിരിക്കാം കുറച്ച് ഓഹരികൾ മേടിച്ചിട്ടുണ്ടാവുക. ആ ഓഹരികൾ വിൽക്കണമെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ഫോർമൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ വിൽക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അവിടെ അത് ലിസ്റ്റഡ് ആയിട്ടില്ല. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ലിസ്റ്റഡ് ആവുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും ഓഹരി വിപണി വഴി ഇതിനെ വിറ്റൊഴിവാക്കാൻ സാധിക്കുക. പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ അവർക്ക് തരാൻ വേണ്ടി മാറ്റിവെച്ച ഓഹരികൾ ചിലപ്പോൾ ഉണ്ടാവാം. അത് OTC അഥവാ ഓവർ ദി കൗണ്ടർ വഴി വിൽപ്പന നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് നേരിട്ട് പരസ്പരം കണ്ട് സംസാരിച്ച് ഓഹരികൾ തരുമോ എന്ന് ചോദിച്ച് ഒരു തുക ഉറപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മേടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ IPO ചെയ്യുന്ന സമയത്ത് മേടിച്ച ആൾക്കും വലിയ ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലുള്ള കമ്പനികൾ ഏതൊക്കെയാണ്? ചെറിയ കമ്പനികളൊന്നുമല്ല. ഇപ്പോൾ ഓയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ബോട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, റിലയൻസ് റീറ്റെയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒക്കെ ഇതൊന്നും IPO ചെയ്യപ്പെടാത്ത കമ്പനികളാണ്. ഇത് IPO ചെയ്യുന്ന സമയത്ത് വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതി നിരവധി ആളുകൾ ഇതിൻ്റെ ഓഹരി ഇപ്പോൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ കിട്ടാനുള്ള സാധ്യതയും അവിടെ കുറവാണ് എന്ന കാര്യവും തിരിച്ചറിയാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാകേഷ് ജുൻജുൻവാലയെ പോലുള്ള ആളുകൾ, രാധാകൃഷ്ണ ധമാനിയെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾ എന്തിനാണ് അൺലിസ്റ്റഡ് ഷെയറുകളുടെ പിന്നാലെ പോയി അത് മേടിക്കാനുള്ള ശ്രമം നടത്തുന്നത്? ഇതിൻ്റെ 4 ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഗുണം, ഡോൺ പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയാറില്ലേ? നമ്മുടെ എല്ലാ മുട്ടയും കൂടെ കൊണ്ട് ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ട പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ പണം പല സ്ഥലങ്ങളിലായിട്ടായിരിക്കണം നമ്മൾ എപ്പോഴും നിക്ഷേപിച്ച് വെക്കേണ്ടത്. ഇപ്പോൾ സ്ഥലത്തിലായിരിക്കാം ചിലർ നിക്ഷേപിക്കുന്നത്, സ്വർണ്ണത്തിലുണ്ടാവും, ഓഹരികളിലുണ്ടാവും. ഈ ഓഹരി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റുകൾ വഴി നേരിട്ട് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ വഴി ലിസ്റ്റഡ് ഓഹരികളിൽ നിക്ഷേപിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അസറ്റ് ക്ലാസ്സുകളിലെല്ലാം നമ്മൾ നിക്ഷേപിക്കുന്നുണ്ട്. ഇനി ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും കൂടാതെ മറ്റൊരു അസറ്റ് ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? അതാണ് അൺലിസ്റ്റഡ് ഷെയറുകൾ. ഈ രീതിയിൽ നമ്മുടെ നിക്ഷേപം വൈവിധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആകെ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ ഒരു 5 മുതൽ 10% ഒക്കെ പല ആളുകളും ഈ അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കാറുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗുണം നോക്കാം. ക്യാച്ച് ദം യങ്, വാച്ച് ദം ഗ്രോ എന്നെല്ലാം കേട്ടിട്ടില്ലേ? അതായത് വളരെ ചെറിയ കമ്പനി ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഓഹരികൾ മേടിക്കുക. അങ്ങനെയാണെങ്കിൽ അത് വലിയ കമ്പനിയായി മാറുമ്പോൾ ഓഹരികൾ പല മടങ്ങായിട്ട് മാറുന്നതാണ്. വലിയ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം IPO എല്ലാം കഴിഞ്ഞ് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന അത്ര വലുപ്പം ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഷെയർ മൂല്യം കൂടുന്നതാണ്. പക്ഷേ സ്റ്റാർട്ടപ്പ് സ്റ്റേജ് തുടങ്ങുന്ന അവസരത്തിലൊക്കെ സ്വാഭാവികമായിട്ടും അതിൻ്റെ വില വളരെ കുറവായിരിക്കും. ആ സമയത്ത് മേടിച്ച് വെച്ചാൽ വലിയ ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണമാണ് രാധാകൃഷ്ണൻ ധമാനി. അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഓഹരികൾ വളരെ ചെറിയ തുകയ്ക്കാണ് മേടിച്ചു വെക്കുന്നത്. വെറും 3 വർഷം കൊണ്ട് 800% ഗ്രോത്താണ് ആ സ്റ്റോക്കിന് ഉണ്ടായിട്ടുള്ളത്. 800% എന്ന് പറഞ്ഞാൽ ഇട്ട പണം 8 ഇരട്ടിയോളം വലുതായിട്ട് മാറിയിരിക്കുകയാണ്. വെറും 3 വർഷം കൊണ്ട് ഈ രീതിയിൽ വളർച്ച ഉണ്ടാവുന്ന മറ്റേതെങ്കിലും സ്ഥലം നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? അതുപോലെ ഇത് പറയുന്ന സമയത്ത് ഈ വളർച്ചാ പൊട്ടൻഷ്യൽ പോലെ തന്നെ ഇതിന് റിസ്ക്കും ഉണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് പറയാം. ഇനി മൂന്നാമത്തെ ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടി ബാഗർ ആവാനുള്ള പോസിബിലിറ്റിയാണ്. അതായത് 1 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ചു, അത് 5ഉം 10ഉം 15ഉം ഒക്കെ ആവാനുള്ള പോസിബിലിറ്റി എവിടെയാണ് കൂടുതൽ? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഈ കമ്പനി വളരെ ചെറുതാണ്. അപ്പോൾ ഓഹരി മൂല്യം സ്വാഭാവികമായിട്ടും ചെറുതായിരിക്കും. എന്നാൽ ഈ കമ്പനി വളരുമെന്ന് നമുക്ക് തോന്നിയാൽ അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പല മടങ്ങായിട്ട് നമ്മുടെ സമ്പാദ്യം മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ബിസിനസ് ഐഡിയ ഉണ്ടാവും, ഇന്ത്യയിൽ വിജയിക്കുമെന്ന രീതിയിലുള്ള ഐഡിയ ഉണ്ടാവും. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു ബിസിനസ്സാക്കി മാറ്റി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് നല്ല ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ ഒരു മിടുക്കൻ അതുപോലെ നമ്മൾ ചിന്തിച്ചൊരു ഐഡിയ ഇന്ത്യയിലും ലോക മാർക്കറ്റിലും വളരെ വലിയ രീതിയിൽ വിജയം ഉണ്ടാക്കുമെന്ന് നമ്മൾ കരുതുന്ന ഒരു സാധനം നിർമ്മിച്ചിരിക്കുകയാണ്. അദ്ദേഹം വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ IPOയും ചെയ്തിട്ടില്ല. എന്നാൽ ഭാവിയിൽ വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമല്ലോ, മൾട്ടി ബാഗർ ആവാൻ പറ്റുമല്ലോ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നില്ല. നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ പണം ചെറിയ രീതിയിലെങ്കിലും അതിൽ നിക്ഷേപിക്കുക. അതുമൂലം അവർ പണിയെടുത്ത് നമ്മുടെ സമ്പാദ്യം കൂട്ടിത്തരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് മൂന്നാമത്തെ ഗുണം. ഇനി നാലാമത്തെ ഗുണം നോക്കുകയാണെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് ആണ്. ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് ഒരുപാട് നികുതി ആനുകൂല്യങ്ങളുണ്ട്. ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി നമ്മൾ അതിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിലും നമ്മളെ അതിൻ്റെ ഫൗണ്ടറിനെ പോലെ തന്നെയാണ് കണക്കാക്കുക. കാരണം നമ്മൾ അതിൻ്റെ ഓഹരി ഉടമയാണ്. ആ കമ്പനിയുടെ ചെറിയൊരു അംശമെങ്കിലും ഷെയറിൽ നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഉടമ തന്നെയാണ് നമ്മളും. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾ കിട്ടുന്ന ആനുകൂല്യമുണ്ട്. ഇൻകം ടാക്സ് ആക്ടിൻ്റെ 54EC എന്ന് പറയുന്ന വകുപ്പെല്ലാം നമുക്കിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ
ലാഭത്തിന് നികുതി കൊടുക്കാതിരിക്കാനുള്ള അവസരമുള്ള ഇൻകം ടാക്സ് ആക്ടിൻ്റെ 54F നമുക്ക് അൺലിസ്റ്റഡ് ഓഹരികൾ മേടിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്നതാണ്. ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വായിച്ചു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെ അൺലിസ്റ്റഡ് ഓഹരികളിൽ നിക്ഷേപിക്കാമെന്ന കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ തന്നെ നിക്ഷേപിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ, വളരെ എളുപ്പമാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രീ IPO ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇൻക്രെഡ് മണി എന്ന ആപ്ലിക്കേഷൻ മുഖാന്തരമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ നിക്ഷേപിക്കാം എന്ന കാര്യം എളുപ്പത്തിൽ നോക്കാം. ആദ്യം നമുക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ അടിച്ചു കൊടുക്കണം, OTP അടിച്ചു കൊടുക്കണം, പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. ഇത്തരം ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നതാണ്. കാരണം നമ്മുടെ ഓഹരികൾ എങ്ങനെയാണ് സേവ് ചെയ്ത് വെക്കുക? ആധാരമായിട്ട് നമ്മുടെ കയ്യിലാണോ? ഒരിക്കലുമല്ല. അതിപ്പോൾ ഇലക്ട്രോണിക് ഫോമിലാണ് സേവ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ ബ്രോക്കർ ഏതാണോ അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് നമ്പർ കാണാം. ആ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മേടിക്കുന്ന അൺലിസ്റ്റഡ് ഓഹരികളും നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. പക്ഷേ IPO കഴിയാത്ത ഷെയർ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ഫോർമലായിട്ട് വിൽക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നമുക്ക് പണം നിക്ഷേപിക്കാൻ സാധിക്കണമെങ്കിൽ KYC നോ യുവർ കസ്റ്റമർ നിർബന്ധമായിട്ടും നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് പാൻ കാർഡ്, ആധാർ കാർഡ്, അഡ്രസ് പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങൾ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്ത് ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി അതും അല്ലെങ്കിൽ ഡിജി ലോക്കർ വഴി വളരെ എളുപ്പത്തിൽ ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡിജി ലോക്കർ പല സമയത്തും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാറില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ഒരുപാട് കമ്പനികൾ കാണാം. പക്ഷേ ഈ കമ്പനികളിൽ ഏതെങ്കിലും ഒന്നിൽ ചാടിക്കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ നടത്തണം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം, വായിച്ചു നോക്കാം, നല്ല കമ്പനിയാണോ എന്ന് നോക്കാം, ആ കമ്പനിയുടെ പാരമ്പര്യം നോക്കാം. അതിനെല്ലാം ശേഷം മാത്രം നിങ്ങൾ നിക്ഷേപിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഈ ആപ്പ് തന്നെ ഉപയോഗിച്ച് ബേസിക് ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന കാര്യം ഒന്ന് നോക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കമ്പനി ഡീറ്റെയിൽസ് എന്ന് എഴുതിയത് നമുക്ക് കാണാം. അവിടെ കമ്പനിയുടെ സ്ട്രെങ്ത്ത്, വീക്ക്നെസ് എല്ലാം ഇവർ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഇത് ഇവരെഴുതി വെച്ചതാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു റിസർച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് കൂടെ ഉണ്ടാവണം. സ്വാഭാവികമായിട്ടും നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടാവും, മോശം കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ചായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി മുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് വളരെ ചുരുക്കി എഴുതിയത് കാണാം. അവിടെ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കാം. പിന്നെ ബാലൻസ് ഷീറ്റ് ചുരുക്കി എഴുതിയത് നമുക്ക് വായിക്കാം. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നമുക്ക് നോക്കാം. ആരൊക്കെയാണ് ഇതിൻ്റെ ഓഹരികൾ കൂടുതലായിട്ട് കൈവശം വെച്ചിട്ടുള്ളത്, വലിയ പുലികളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കാം. ഇനി ഇത് കൂടാതെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന സെഷനിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ വിവിധ വർഷങ്ങളിലെ ആനുവൽ റിപ്പോർട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 100 കണക്കിന് പേജ് ഉണ്ടാവും. ഇരുന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ചുരുക്കി അത് കാണണമെങ്കിൽ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് പോയാൽ അവിടെ ചുരുക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്ത് മാത്രമേ ഞാൻ നിക്ഷേപിക്കൂ എന്ന് ഉറച്ച താല്പര്യമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആനുവൽ റിപ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഞാൻ HDB ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ 10 ഓഹരികളാണ് മേടിക്കാൻ പോകുന്നത്. എത്ര ഓഹരികൾ വേണം എന്ന കാര്യം ഇവിടെ കൊടുക്കാം. മുൻപൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഓഹരികൾ മേടിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ പറയുന്നത് 10,000 രൂപ മുതൽ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഹരി പോലും നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ വിലയും അത്രയൊന്നുമില്ല. ഒരു 1000-1500 രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത്തരം ഓഹരികൾ മേടിച്ച് വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഞാൻ 10 ഓഹരി മേടിച്ചിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. എത്ര ഓഹരി വേണം എന്ന കാര്യം കൊടുത്ത ശേഷം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സിമ്പിളായിട്ട് UPI വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്താൽ നമുക്ക് കൺഫർമേഷൻ മെയിലും കാര്യങ്ങളും എല്ലാം വരുന്നതാണ്. T+3 ഡേയ്സ്, അതായത് ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഓഹരികൾ ആഡ് ചെയ്യപ്പെടുക. അതിന് മുന്നേ കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടോ, ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസും വന്നിട്ടുണ്ടോ എന്ന കാര്യം കൃത്യമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് CDSLൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്ററി വെബ്സൈറ്റുകളിൽ പോയിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇത് ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടുകൾ വഴി നോക്കാം. ഇനി മെയിലിലേക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി ഞാൻ ഇതുപോലെ ബോട്ടിൻ്റെ ഓഹരികൾ മേടിക്കുകയാണ്. അപ്പോൾ ഞാൻ 10 ഓഹരിയാണ് ഇതിൻ്റെ മേടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ ആകെ ചിലവഴിച്ചിട്ടുള്ള തുക എന്ന് പറയുന്നത് 25,000 രൂപയാണ്. ഭാവിയിൽ നമ്മൾ എന്തെങ്കിലും നിക്ഷേപത്തെക്കുറിച്ച് പറയുന്ന സമയത്തും അസറ്റ് ക്ലാസ്സുകളെക്കുറിച്ച് പറയുന്ന സമയത്തും ഇതുപോലെ ഞാൻ മേടിച്ച് തന്നെ കാണിച്ചു തരാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തും. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനവും ഉണ്ടാവുമെന്ന കാര്യം ദയവായിട്ട് ഈ അവസരത്തിൽ ഒന്ന് പരിഗണിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ഓഹരികൾ മേടിച്ചത്? ഇതൊരു ഫൈനാൻഷ്യൽ റെക്കമെൻഡേഷൻ അല്ല. ഇപ്പോൾ ഞാൻ ഇന്നൊരു ഓഹരി മേടിക്കുന്നു, നാളെ ഞാൻ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഓഹരി മേടിക്കാൻ വേണ്ടി പോവുകയാണ്. ആ സമയത്തെല്ലാം ഞാൻ എങ്ങനെയാണ് തീരുമാനം എടുക്കുക എന്നത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലുള്ള അൺലിസ്റ്റഡ് കമ്പനികൾ ഉണ്ട് എന്ന കാര്യം നമ്മളൊന്ന് തിരിച്ചറിയണം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കിഡിലൻ ബിസിനസ് ആയിരിക്കും. വളരെ വളർച്ചാ പൊട്ടൻഷ്യലുള്ള കമ്പനി ആയിരിക്കും. ഉദാഹരണത്തിന് ബോട്ടിൻ്റെ
സാധനങ്ങളെല്ലാം ഇന്ത്യക്കാർക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം വില വളരെ കുറവായിരിക്കും, നല്ല ക്വാളിറ്റിയുള്ള സാധനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭാവിയിൽ വളരെ വലിയ വളർച്ചാ പൊട്ടൻഷ്യലുള്ള ഒരു കമ്പനിയായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. ഈ അടുത്ത് തന്നെ IPO വരാൻ സാധ്യതയുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഒരു 2, 3, 4 വർഷത്തിനുള്ളിൽ ബോട്ടിൻ്റെ IPO വരാൻ സാധ്യതയുണ്ട് എന്നാണ് വാർത്തകളെല്ലാം നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി മറ്റൊരു കമ്പനി നോക്കുകയാണ്, ഓയോ നമുക്കറിയാം നല്ല ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സ്, അത് വളരെ മൾട്ടി ബാഗറായിട്ടുള്ള അൺലിസ്റ്റഡ് ഷെയർ തന്നെ മൾട്ടി ബാഗറായിട്ടുള്ള ഒരു ഷെയറാണ്. ഭാവിയിൽ അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ വലിയ വളർച്ചാ പൊട്ടൻഷ്യൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ കമ്പനികളുണ്ട്. അതാണ് ഒന്നാമത്തെ തരം. രണ്ടാമത്തേത് നമ്മൾ നോക്കുകയാണെങ്കിൽ സബ്സിഡറീസ് ഓഫ് ബിഗ് കമ്പനീസ് എന്നൊക്കെ പറയാം അല്ലേ. വലിയ വലിയ കമ്പനികൾ, ഉദാഹരണത്തിന് റിലയൻസ് പോലുള്ളൊരു കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ് റിലയൻസ് റീറ്റെയിൽ. പക്ഷേ അതിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് മേടിക്കാൻ പറ്റുന്ന എവിടെയാണ്? ഗ്രേ മാർക്കറ്റിൽ മാത്രമാണ്. ഫോർമൽ ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റഡ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് മേടിക്കണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. അൺലിസ്റ്റഡ് ആയിട്ട് മേടിക്കുക, IPOയ്ക്ക് ശേഷം വളരെ വലിയ ലാഭം ഉണ്ടാവുകയാണെങ്കിൽ വിറ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ദീർഘകാലത്തേക്ക് അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുക, വളരെ വലിയ വെൽത്ത് നമ്മുടേതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. അപ്പം ഞാനിവിടെ മേടിച്ചിട്ടുള്ള കമ്പനി ഏതായിരുന്നു? HDB ഫൈനാൻഷ്യൽ സർവീസസ് ആയിരുന്നു. അത് HDFCൻ്റെ സബ്സിഡറിയാണ്. അതുപോലെ റിലയൻസ് റീറ്റെയിൽ, മുമ്പ് പറഞ്ഞതുപോലെ റിലയൻസിൻ്റെ സബ്സിഡറിയാണ്. അതായത് പാരമ്പര്യമുള്ള കമ്പനികളും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതാണ് എന്ന കാര്യമാണ് ഇവിടെ തിരിച്ചറിയേണ്ടത്. മൂന്നാമത്തെ തരം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടാവും. വലിയ കമ്പനികളായിരിക്കും, പക്ഷേ അവരെന്തുകൊണ്ടോ IPO ചെയ്തിട്ടുണ്ടാവില്ല. അത്തരം കമ്പനികൾക്ക് ഉദാഹരണമുണ്ട്. സെറോദ അത്തരം ഒരു കമ്പനിയാണ്, വളരെ വലിയ കമ്പനിയാണ്. NSE നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, വളരെ വലിയൊരു കമ്പനിയാണ്, പക്ഷേ അത് ഇതുവരെ ലിസ്റ്റഡ് ആയിട്ടില്ല. അത്തരം കമ്പനികളുടെ ഓഹരികളും നമുക്കിവിടെ മേടിക്കാൻ സാധിക്കുമെന്ന കാര്യമാണ് ഇവിടെ തിരിച്ചറിയേണ്ടത്. ഇനി നാലാമത്തെ തരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ഏതോ ഒരു കാലത്ത് അത് ലിസ്റ്റഡ് കമ്പനി ആയിരുന്നു, പക്ഷേ അവരുടെ താല്പര്യം മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ അവർ ഡീലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ട, IPO പിൻവലിച്ച് പോവാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അത്തരം കമ്പനികൾ പിന്നീട് വീണ്ടും IPO ചെയ്ത്, അതായത് റീലിസ്റ്റ് ചെയ്തിട്ട് വളരെ വലിയ ലാഭം തന്ന കമ്പനികൾക്ക് നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അത്തരം കമ്പനികളെയും നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അത്തരം കമ്പനികളിലും വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ലിസ്റ്റഡ് കമ്പനികളും അൺലിസ്റ്റഡ് കമ്പനികളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇതിൻ്റെ ഓഹരികൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ എന്ത് റിസ്ക്കാണ് നമ്മൾ വാസ്തവത്തിൽ അൺലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികൾ മേടിക്കുന്നത് മൂലം എടുക്കുന്നത് എന്ന കാര്യമാണ് അല്ലേ. വെറുതെ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. അതിൻ്റെ റിസ്ക്കുകളും കൃത്യമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ഒരാളുടെ ഒരു രൂപ പോലും നഷ്ടപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഗുണവും ദോഷവും ഒരുപോലെ എല്ലാ വീഡിയോസിലും നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റഡ് കമ്പനികളുടെയും അൺലിസ്റ്റഡ് കമ്പനികളുടെയും ഓഹരികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാം. ലിസ്റ്റഡ് കമ്പനികൾ നമുക്കറിയാം, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളായിരിക്കും. അതിൻ്റെ ഓഹരികൾ മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത് സെബിയുടെ റെഗുലേഷൻ മൂലമായിരിക്കും. സെബി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ രീതിയിലായിരിക്കില്ല അൺലിസ്റ്റഡ് കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. അത് ലിസ്റ്റഡ് ആയിരിക്കില്ല, സെബി റെഗുലേറ്റഡുമായിരിക്കില്ല. പക്ഷേ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ, സെബിയുടെ നോംസ് അവർ തെറ്റിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പരാതിപ്പെടാനുള്ള അവസരമെല്ലാം ഉണ്ട്. ഇത് കമ്പനീസ് ആക്ടിൻ്റെ കീഴിലായിരിക്കും ഇത്തരം കമ്പനികൾ ഉണ്ടാവുക എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാവേണ്ടത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റഡ് കമ്പനികൾക്ക് റിസ്ക് കുറവായിരിക്കും. റിസ്ക് വളരെയധികം കുറവാണ് എന്നൊന്നുമില്ല. നമുക്കറിയാം എക്വിറ്റി മാർക്കറ്റിലെ ഷെയറുകൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. പക്ഷേ അൺലിസ്റ്റഡ് കമ്പനികൾക്ക് ഇതിൽ നിന്നും ഒരല്പം റിസ്ക് കൂടുതലായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം സെബി റെഗുലേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഷെയർ വാല്യൂ കൃത്യമായിരിക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന കണക്കുകൾ കൃത്യമായിട്ട് സെബി നോക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് മാനിപ്പുലേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വാല്യുവേഷൻ പെരുപ്പിച്ച് കാട്ടാനുള്ള സാധ്യതയും അവിടെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം റിസ്ക് അൺലിസ്റ്റഡ് ഷെയറുകൾക്ക് കൂടുതലായിരിക്കുമെന്ന കാര്യമാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന കാര്യം. നമ്മുടെ കയ്യിലൊരു ഫോണുണ്ട്. അപ്പോൾ നമുക്കത് വിറ്റ് പെട്ടെന്ന് പണമാക്കാൻ പറ്റണം അല്ലേ. ആരും മേടിക്കാനില്ലെങ്കിലോ നമുക്കത് പണമാക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ കയ്യിലിപ്പോൾ 1,50,000 രൂപയുടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല, അത് പണമാക്കാൻ പറ്റണം. പക്ഷേ ലിസ്റ്റഡ് ഓഹരികൾ നമുക്ക് എളുപ്പത്തിൽ പണമാക്കാൻ പറ്റും. കാരണം എന്താണ്? മേടിക്കാനും വിൽക്കാനും ഒരുപാട് ആളുകളുണ്ട്. അവിടെ ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ. ഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് അതിൻ്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗ്രേ മാർക്കറ്റിലാണ് അൺലിസ്റ്റഡ് ഓഹരികളുടെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും മേടിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറവായിരിക്കും, വിൽക്കാനുള്ള ആളുകളുടെ എണ്ണവും കുറവായിരിക്കും. അപ്പോൾ വേണ്ട ഓഹരികൾ പോയാൽ മേടിക്കാൻ പറ്റണമെന്നില്ല, മേടിച്ച ഓഹരികൾ വേണ്ട സമയത്ത് വിൽക്കാൻ പറ്റണമെന്നുമില്ല. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കാര്യവും ലിസ്റ്റഡ് അൺലിസ്റ്റഡ് ഓഹരികളെ വളരെയധികം വ്യത്യാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു സ്ഥലത്ത് നിക്ഷേപിക്കണോ എന്ന് തോന്നാം. അപ്പോൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മുടെ ഒരു ആകെ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ 20% വരെയൊക്കെ നമ്മൾ റിസ്ക് എടുക്കുന്നതിൽ പ്രശ്നമില്ല, അൺലിസ്റ്റഡ് ഷെയറുകളിൽ നിക്ഷേപിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ആകെ പോർട്ട്ഫോളിയോ വാല്യൂവിൻ്റെ 5%-ലധികം അൺലിസ്റ്റഡ് ഓഹരികൾ വരാൻ വേണ്ടി സമ്മതിക്കില്ല. 5% താഴെ എപ്പോഴും നിർത്താനാണ് ഞാൻ ശ്രമിക്കുക. ഈ 25,000 രൂപ എന്ന് പറയുന്നത് എൻ്റെ ആകെ പോർട്ട്ഫോളിയോ വാല്യൂവിനെ അപേക്ഷിച്ച് വളരെ 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 ചെറിയൊരു സംഖ്യയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ളത്. അതുമാത്രമല്ല, റിസ്കിനനുസരിച്ചുള്ള റിവാർഡും ഉണ്ട്.
ചിലപ്പോൾ വലിയ മൾട്ടി ബാഗർ ആയി കഴിഞ്ഞാൽ 25,000 രൂപ വലിയ സംഖ്യ ആവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു റിസ്ക് എടുക്കുക എന്ന രീതിയിലാണ് ഞാനിവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയാനാണെങ്കിൽ അൺലിസ്റ്റഡ് ഓഹരികളുടെ കാര്യത്തിൽ റിസ്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലിക്വിഡിറ്റി റിസ്ക് ആണ്. വേണ്ടപ്പോൾ മേടിക്കാനും വേണ്ടപ്പോൾ വിൽക്കാനും ഒന്നും പറ്റണമെന്നില്ല. കുറച്ച് അധിക കാലം പണം അവിടെ സ്റ്റക്കായി നിൽക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഫ്രോഡും മാനിപ്പുലേഷനുമാണ്. ഇതിൻ്റെ വാല്യൂ പെട്ടെന്ന് കൂടിയോ കുറഞ്ഞോ എന്ന കാര്യം കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ സെബി റെഗുലേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കണക്കുകളിൽ ചിലപ്പോൾ കള്ളം ഉണ്ടാവാൻ സാധ്യതയേറെയാണ്. മൂന്നാമത്തെ റിസ്ക്കാണ് ക്രെഡിറ്റ് റിസ്ക്. ഇത് ഏത് ഓഹരിയുടെ കാര്യത്തിലും ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ് 2 ലക്ഷം രൂപയുടെ ഒരു കമ്പനി മേടിച്ച ഉദാഹരണം തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 50,000 രൂപയാണ് ഇട്ടത്. ഈ കമ്പനി ചിലപ്പോൾ പൂട്ടിപ്പോവാം. ഇപ്പോൾ നമ്മൾ ബൈജൂസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ സമയത്ത് ബൈജൂസ് വളരെ വലിയ വാല്യുവേഷനുള്ള ഒരു കമ്പനിയായിരുന്നു. ആ സമയത്ത് പണം നിക്ഷേപിച്ച ആളുകൾ അതിൻ്റെ വാല്യുവേഷൻ കുറഞ്ഞ സമയത്ത് നഷ്ടം സഹിച്ചിട്ടുണ്ട്. പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല, പണം നഷ്ടപ്പെടാമെന്ന കാര്യവും ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മൂന്നാമതായിട്ട് ക്രെഡിറ്റ് റിസ്ക്കും ഇതിനുണ്ട് എന്ന കാര്യമാണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണം എവിടെ നിക്ഷേപിക്കുമ്പോഴും ഗുണവും ദോഷവും മനസ്സിലാക്കണം. സ്വാഭാവികമായിട്ടും വളരെ വലിയ ഗുണങ്ങൾ അൺലിസ്റ്റഡ് ഓഹരികൾക്കുണ്ട്, അതുപോലെ ദോഷങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ അൺലിസ്റ്റഡ് ഓഹരികൾ വിൽക്കുക എന്ന കാര്യവും മനസ്സിലാക്കണം. മേടിച്ച് വെച്ചതുകൊണ്ട് കാര്യമല്ല, അതിൻ്റെ വാല്യൂ കൂടിയതുകൊണ്ടും കാര്യമല്ല. വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പണമാവില്ല. അപ്പോൾ ഒന്നാമതായിട്ട് വിൽക്കാൻ പറ്റുന്നത് IPOയ്ക്ക് ശേഷമാണ്. IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് കഴിഞ്ഞ് അത് ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറും. പിന്നെ നമുക്ക് ഓഹരി വിപണിയിൽ സ്വാഭാവികമായിട്ടും എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ലാഭത്തിന് വിൽക്കാം, വേണമെങ്കിൽ നഷ്ടം വന്നാൽ നഷ്ടത്തിന് വിൽക്കാം. എന്തായാലും വിൽക്കാൻ ഈ രീതിയിലാണ് പറ്റുക. പക്ഷേ നമ്മൾ ഇവിടെയും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കമ്പനി IPO ചെയ്യുന്നതിന് മുന്നേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ ഇൻസൈഡറാണ്. നമ്മളൊരു ഫൗണ്ടറെ പോലെ തന്നെയാണ് കൺസിഡർ ചെയ്യുക, അല്ലേ? നമ്മൾ ആ കമ്പനിയുടെ ഓഹരി ഉടമയായിരുന്നു. ഷെയർ മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളതിൻ്റെ ഉടമയാണ്. അപ്പം നമുക്ക് IPO കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ വിൽക്കാൻ വേണ്ടി പറ്റില്ല. 6 മാസം കഴിഞ്ഞ ശേഷമാണ് നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളൊരു കമ്പനി മേടിച്ചു, ചിലപ്പോൾ 4 വർഷവും 5 വർഷവും ആ കമ്പനി IPO ചെയ്തില്ല എന്ന് വരാം. ആ സമയത്ത് നമുക്ക് IPOയ്ക്ക് ശേഷം വിൽക്കാമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു വലിയ സംഖ്യയാണ് നമ്മൾ കൊണ്ടിടുന്നതെങ്കിൽ അത് ലോക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മറ്റേതെങ്കിലും രീതിയിൽ ഇത് വിൽക്കാൻ പറ്റുമോ എന്നറിയണം. രണ്ടാമത്തെ കാര്യമുണ്ട്, അത് ബൈബാക്ക് ഫ്രം ദ കമ്പനിയാണ്. അപ്പോൾ കമ്പനിയിൽ വലിയ രീതിയിൽ ഓഹരിയുള്ള ആളുകൾക്ക് തോന്നുകയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഓഹരികൾ തിരിച്ച് മേടിക്കാം. അത്തരത്തിൽ തിരിച്ച് മേടിക്കാൻ കമ്പനി തയ്യാറാവുന്ന സമയത്ത് നമുക്ക് വിൽക്കാൻ മനസ്സുണ്ട് എങ്കിൽ അവർക്ക് തന്നെ വിറ്റൊഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, നമുക്ക് അറിയുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇത് പ്രൈവറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളെ സ്വത്ത് വേറെ ആൾക്ക് വിൽക്കില്ലേ, അതുപോലെ ഈ കമ്പനിയുടെ ഓഹരി നമ്മുടെ കൈവശമുണ്ട്. അത് മറ്റൊരാൾക്ക് വേണമെങ്കിൽ വിൽക്കാം, സംസാരിച്ച് വിൽക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓൺലൈനിൽ അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്ക് പണം മേടിച്ച ശേഷം ഓഹരി കൈമാറ്റം നടത്താൻ വേണ്ടി എളുപ്പത്തിൽ പറ്റുന്നതാണ്. നാലാമത്തെ രീതി എന്ന് പറയുന്നത്, നമ്മളൊരു കമ്പനിയുടെ ഓഹരി മേടിച്ചിട്ടുണ്ടല്ലോ, ആ കമ്പനിയെ മറ്റൊരു ലിസ്റ്റഡ് കമ്പനി മേടിച്ച് ആ കമ്പനിയുടെ ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ 2 കമ്പനി ഒന്നായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓഹരികൾ ആ വലിയ കമ്പനിക്ക് വിറ്റിരിക്കുകയാണ്, ടെക്നിക്കലി വിറ്റിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് വിൽക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി അഞ്ചാമത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഇൻക്രെഡ് മണി വഴിയാണല്ലോ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിലൂടെ ആളുകൾ മേടിക്കാനുണ്ടാവും. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് മേടിക്കാൻ ആളുണ്ടാവും. പക്ഷേ ഓഹരികൾ ആരും വിൽക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല. വലിയ രീതിയിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഷെയറുകൾ സാലറിയുടെ കൂടെ കിട്ടുന്ന എംപ്ലോയീസോ ഒന്നും വിൽക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. അപ്പോൾ ഷെയറിൻ്റെ ഷോർട്ടേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻക്രെഡ് മണിക്ക് മെയിൽ അയക്കുക, ഇങ്ങനെ ഒരു ഓഹരി വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് മെയിൽ അയക്കുകയാണെങ്കിൽ മറ്റാരെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവർ ഇടയിൽ നിന്ന് നമ്മുടെ കച്ചവടം നടത്തി തരുന്നതാണ്. ആ രീതിയിലും നമുക്ക് വിറ്റൊഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെട്ടെന്ന് ആവശ്യമുള്ളൊരു പണമല്ല നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ലിക്വിഡിറ്റി വളരെ കുറവാണ്. എന്നാൽ മൾട്ടി ബാഗറുകളാവാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. രാകേഷ് ജുൻജുൻവാലയും രാധാകൃഷ്ണൻ ധമാനിയും വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എൻ്റെ ലിസ്റ്റഡ് നിക്ഷേപങ്ങളിലധികം അൺലിസ്റ്റഡ് നിക്ഷേപങ്ങളാണ് ലാഭം ഉണ്ടാക്കിയത് എന്ന് സാക്ഷാൽ രാകേഷ് ജുൻജുൻവാല പോലും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു അസറ്റ് ക്ലാസ്സിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാതെ ചെറിയ രീതിയിലെല്ലാം നിക്ഷേപിക്കുന്നത് നല്ല കാര്യമായിരിക്കുമെന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ ഒരു ഫൈനാൻഷ്യൽ റെക്കമെൻഡേഷൻ തരികയല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അതുമാത്രമാണ്. പിന്നെ രസകരമായിട്ട് തോന്നുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ ഗ്രേ മാർക്കറ്റ് കുറച്ചുകൂടി ആളുകൾക്ക് ഓപ്പണായിട്ട് കിട്ടിയിട്ടില്ലേ. ആ 100 കണക്കിന് കോടി മാത്രം നിക്ഷേപിക്കാൻ പറ്റിയിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് 1000 രൂപയും 10,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ കുറച്ചധികം ആളുകൾ തന്നെ ഇത് മേടിക്കാനും വിൽക്കാനും ഒക്കെ തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലിക്വിഡിറ്റി കൂടി വരും. അപ്പോൾ ഗ്രേ മാർക്കറ്റിലും ലിക്വിഡിറ്റി കൂടും. നമുക്ക് സ്വാഭാവികമായിട്ട് തന്നെ അത് എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും പറ്റുന്നൊരു സാഹചര്യം ഭാവിയിൽ ഉണ്ടായേക്കാം. പക്ഷേ അത് ഇപ്പോഴേ പ്രതീക്ഷിച്ച് നിൽക്കാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്നൊന്നും ആവശ്യമില്ലാത്ത, എന്നാൽ
ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവിടേക്ക് പോകേണ്ടത്. കുറച്ചുകൂടെ ഫൈനാൻസിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾക്കുള്ള സ്ഥലമാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ടാക്സ് എങ്ങനെയാണ് അല്ലേ. പുതിയ ബജറ്റ് പ്രകാരം അൺലിസ്റ്റഡ് ഓഹരികളുടെ ടാക്സിലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിക്കുക 2 വർഷത്തിലധികം കീപ്പ് ചെയ്ത് വിൽക്കുന്ന ഓഹരികളെയാണ്. ഞാനൊരു ഓഹരി മേടിക്കുന്നു, 2 വർഷം കഴിഞ്ഞ്, അതായത് 24 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് വിൽക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പരിഗണിച്ച് 12.5% ഫ്ലാറ്റ് റേറ്റിന് ടാക്സ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ സെസ്സും സർചാർജും എല്ലാം വരുന്നതാണ്. മുന്നത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അൺലിസ്റ്റഡ് ഷെയറുകളുടെ കാര്യത്തിൽ 20% പ്ലസ് ഇൻഡെക്സേഷൻ എന്നുള്ള ബെനിഫിറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ലാൻഡിൻ്റെ കാര്യത്തിലെല്ലാം പോലെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എത്രയാണോ ലാഭം ഉണ്ടാവുന്നത് ആ ലാഭത്തിൻ്റെ 12.5% നികുതി കൊടുക്കണം. പക്ഷേ ഈ ഒരു ഓഹരിയില്ലേ നമ്മൾ മേടിച്ചിട്ടുള്ളത്, അത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലിസ്റ്റഡ് ഓഹരികൾ ടാക്സ് ചെയ്യപ്പെടുന്നത് പോലെയാണ് ടാക്സ് ചെയ്യപ്പെടുക എന്ന കാര്യമാണ് ഇവിടെ ഒന്ന് ചിന്തിച്ച് വെക്കേണ്ടത്. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അതായത് 24 മാസത്തിനുള്ളിൽ ഞാനത് വിറ്റൊഴിവാക്കി എനിക്ക് ലാഭം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ലാഭം നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഏത് സ്ലാബിലാണോ ടാക്സ് കൊടുക്കുന്നത് ആ രീതിയിൽ തന്നെ ഇതിനും ടാക്സ് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മളും കമ്പനിയുടെ ഓഹരി ഉടമയാണല്ലോ, അതായത് കമ്പനിയുടെ ഓണറാണ്. അപ്പോൾ കമ്പനിയുടെ ലാഭവിഹിതം കമ്പനി റീഇൻവെസ്റ്റ് ചെയ്യാതെ നിക്ഷേപകർക്ക് കൊടുക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ട്. ഡിവിഡൻഡ് കൊടുക്കുക എന്നാണ് ഇതിന് പറയുക, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇത്തരത്തിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം ഇതുപോലെ നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ടാക്സ് കൊടുക്കുന്നത്, ഏത് സ്ലാബിനാണോ കൊടുക്കുന്നത് അതേ സ്ലാബ് റേറ്റിൽ ഫ്ലാറ്റായിട്ട് ഇവിടെ ടാക്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ കാര്യങ്ങൾ എന്താണെങ്കിലും ഇന്ന് നമ്മൾ അൺലിസ്റ്റഡ് ഷെയറുകൾ ഗ്രേ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ മേടിക്കാം, എങ്ങനെ വിൽക്കാം എന്ന കാര്യവും അതിൻ്റെ ടാക്സേഷനും അതിൻ്റെ റിസ്ക്കും അതിൻ്റെ നല്ല വശങ്ങളും എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. പുതിയൊരു അസറ്റ് ക്ലാസ് അല്ലേ. നമ്മുടെ സ്കൂളിൽ പോകുന്ന സമയത്തും നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഏതെങ്കിലും കോഴ്സിന് പോകുന്ന സമയത്തും ഒന്നും നമ്മളെ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് എഴുതണം, ലൈക്ക് ചെയ്യണം. പിന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അൺലിസ്റ്റഡ് ഷെയറുകൾ നോക്കാനും വേണമെങ്കിൽ മാത്രം നിക്ഷേപിക്കാനും വേണ്ട ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചതുപോലെ എളുപ്പത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അൺലിസ്റ്റഡ് ഓഹരികൾ നോക്കി നന്നായിട്ട് പഠിച്ച് വേണമെങ്കിൽ മാത്രം നിക്ഷേപിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ബ്രോക്കറേജും കാര്യങ്ങളും മറ്റ് ഫീസും ഒന്നുമില്ല. എക്സ്പേർട്ടുമായിട്ട് സംസാരിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഇല്ലാത്തതുകൊണ്ട് വളരെ ചെറിയ തുകയിൽ പോലും നമുക്ക് എളുപ്പത്തിൽ നിക്ഷേപം തുടങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. താല്പര്യമുള്ളവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.